ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്ന ടോപ്പിക്ക് നിങ്ങളെ സ്നേഹിക്കുന്നവരുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. നമുക്ക് എല്ലാവരെയും സ്നേഹിക്കാൻ കഴിയും അല്ലേ? പക്ഷേ നമ്മെ മറ്റുള്ളവരാൽ സ്നേഹിക്കപ്പെടുമ്പോഴാണ് നമ്മുടെ ജീവിതം സന്തോഷകരമാവുന്നത്. ഇനി നിങ്ങളെ സ്നേഹിക്കുന്നവരുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അവരുടെ ഇഷ്ടങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് നിങ്ങളെങ്കിൽ കൂടിയും നിങ്ങളുടെ അതിരുകളെ അവർ ബഹുമാനിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇപ്പോൾ നമ്മളെ സ്നേഹിക്കുന്ന വ്യക്തി നമ്മുടെ നല്ല വശങ്ങളും അതുപോലെ തന്നെ ചീത്ത വശങ്ങളും മനസ്സിലാക്കി കൂടെ നിൽക്കുമ്പോഴാണല്ലോ സ്നേഹിക്കപ്പെടുക എന്ന് പറയുന്നത്. അല്ലാതെ നല്ലതിന് മാത്രം കൂടെ നിൽക്കുകയും നെഗറ്റീവ് കാര്യങ്ങൾ വരുമ്പോൾ വിട്ടിട്ട് പോവുകയും ചെയ്യുന്ന സ്നേഹമല്ലല്ലോ അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇനി അവർ എത്ര തിരക്കിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തുന്നു എന്നുള്ളതാണ്. തീർച്ചയായും എത്ര തിരക്കിൽപ്പെടുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും നമുക്ക് വേണ്ടി സമയം മാറ്റിവെക്കാൻ ഇതുപോലെയുള്ള സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതം എത്ര ധന്യമാണ് അല്ലേ? അതേപോലെ നിങ്ങളുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഓർത്തു വയ്ക്കുന്നു എന്നുള്ളതാണ്. മനസ്സുകൊണ്ട് എത്ര മാത്രം നിങ്ങളെ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾക്ക് മാത്രമേ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ കഴിയൂ അല്ലേ? നിങ്ങളോട് അവർ എപ്പോഴും ദയയോടുകൂടിയും അതുപോലെ ആദരവോടുകൂടിയും മാത്രമേ പെരുമാറുകയുള്ളൂ എന്നുള്ളതാണ്. എപ്പോഴും ആ റെസ്പെക്റ്റ് നിങ്ങൾക്ക് തരും എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. ഇനി എത്ര തിരക്കിലും അവരുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും നിങ്ങളുടെ വിശേഷങ്ങൾ അറിയാനും നമ്മുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനും അവർ ശ്രദ്ധിക്കും എന്നുള്ളതാണ്. നമ്മളോട് ചിലപ്പോൾ കുറ്റങ്ങളും കുറവുകളും പറയുമെങ്കിൽ കൂടിയും വേറൊരാൾ അങ്ങനെ പറഞ്ഞാൽ അവർക്ക് സഹിക്കാനേ കഴിയില്ല. അപ്പോൾ തന്നെ അവർ പ്രതികരിക്കും. അവർ നമ്മളിൽ ഡിപ്പെൻഡൻ്റ് ആണ്. കാരണം എന്താ അറിയോ? ലൈഫിലെ പല തീരുമാനങ്ങളിലും അവർ നമ്മുടെ അഭിപ്രായം തേടുന്നു എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു കാര്യം എടുക്കുന്ന സമയം അവർ നമ്മളെ കൺസിഡർ ചെയ്യും. ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ ഒന്ന് വിളിച്ചു ചോദിക്കും, എടാ അങ്ങനെ ചെയ്താൽ മതി, അല്ലെങ്കിൽ എടി ഇങ്ങനെ ചെയ്താൽ മതിയോ, അത് പറ്റുമോ, ഇങ്ങനെ പറ്റുമോ എന്നൊക്കെ. അല്ലെങ്കിൽ നമുക്ക് കൊണ്ടുവന്ന് തരും എന്നുള്ളതാണ്. എന്തെങ്കിലും ഒരു സംഭവങ്ങൾ നമുക്ക് പ്രിയപ്പെട്ടതാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ അവരെടുത്തിട്ട് നമുക്ക് കൊണ്ടുവന്ന് തരും എന്നുള്ളതാണ് അതിലൊരു കാര്യം. ഇനി നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ കാണാൻ അവരും ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ പറയൂ, ഇതുപോലെ സ്നേഹിക്കുന്ന ആൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ ജീവിതത്തിലെ ഏറ്റവും നല്ല മുഹൂർത്തത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെന്ന് ഓർക്കണം. നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.